എടാ ഇത് ഇങ്ങനെ എഴുതല്ല, ഞാൻ നിന്നോട് എപ്പോഴും പറയുന്നില്ലേ, ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ആക്ക്. അതല്ലടാ, ഇതാ ഈ എ മാറ്റിയിട്ട് ഇത് ക്യാപിറ്റൽ ആക്കാനാ പറയുന്നേ. ഒന്നങ്ങ് തന്നാളുണ്ടല്ലോ ബേദിക്കല് നല്ലോണം അടിയിട്ടു എന്റെ അടുത്തുനിന്ന്. ആബേ ഞാനൊരു വർക്ക് ചെയ്യാന്നറിയില്ല എനിക്ക്, നീ കുറച്ച് സൗണ്ട് കുറച്ചിട്ട് പഠിപ്പിച്ചോളൂ എനിക്ക്. ഓ നിങ്ങളെ വലിയ ജോലി 24 മണിക്കൂർ ഈ കമ്പ്യൂട്ടറിൽ കുത്തി കളിക്കുന്നതല്ലേ നിങ്ങളെ ജോലി. ഞാൻ ഈ വീട്ടിലെ സകല പണിയും എടുത്ത് കഴിഞ്ഞിട്ടാണ് കുറച്ചു നേരം ഓനെ പഠിപ്പിക്കാനിരിക്കുന്നത്. ആ ചെക്കനാണെങ്കിൽ പഠിക്കുന്നുണ്ടോ, ഒരു വസ്തു പഠിക്കുന്നില്ല. നിങ്ങൾ അപ്പുറത്തെ ആ സുബൈറിനെ കണ്ടിനാ, ഓൻ ജോലിയും കഴിഞ്ഞ് വന്നിട്ട് ഓൻ്റെ മോനെയും പഠിപ്പിച്ച് ഓൻ്റെ ഓളെ അടുക്കളയിലും സഹായിക്കും. അതിനുള്ളൊരു യോഗം വേണം, യോഗം. സുബൈർ ഒരു സ്കൂൾ ടീച്ചറാ, ഓന് 10 മണിയാകുമ്പോഴേക്കും സ്കൂളിലെത്തിയാൽ മതി, 4 മണിയാകുമ്പോഴേക്ക് തിരിച്ചെത്തുകയും ചെയ്യാം. ഓന് ഓളെ സഹായിക്കാനും കുട്ടികളെ പഠിപ്പിക്കാനും ഒക്കെ സമയം കിട്ടും. ഞാനങ്ങനെയാ, ഞാനൊരു IT എംപ്ലോയിയാണ്, പ്രത്യേകിച്ചിട്ട് നൈറ്റ് ഡ്യൂട്ടിയും. ഓ നിങ്ങൾക്ക് നൈറ്റിലെ ഡ്യൂട്ടി ഉള്ളൂ, പകല് ഫ്രീ അല്ലേ? എന്നിട്ട് നിങ്ങൾ എന്നെ സഹായിക്കാൻ അങ്ങോട്ടേക്കൊന്ന് വന്ന് നോക്കുന്നുണ്ടാ? നിങ്ങളെ പറച്ചൽ കേട്ടാ തോന്നും വലിയ കലക്ടർ പണിയാന്ന്. ഈ കമ്പ്യൂട്ടർ കുത്തിക്കൊണ്ടിരിക്കലല്ലേ, എപ്പോ ഇങ്ങനെ മൂങ്ങേനെ പോലെ ഇതിന്റെ മുന്നിൽ തന്നെ ഉണ്ടാവും. അങ്ങനത്തെ വർത്താനം പറയല്ലേ, നമ്മുടെ ചോറല്ലേ ഇത്, ഇതിനെ കൊണ്ടല്ലേ നമ്മൾ ഈ കാണുന്നതെല്ലാം ഉണ്ടാക്കിയത്. എന്തുണ്ടാക്കിന്നാ നിങ്ങൾ ഈ പറയുന്നത്? ഒരു വീടും ഉണ്ടാക്കി, ഒരു കാറും ഉണ്ടാക്കി, അതിപ്പോ എല്ലാരും ഉണ്ടാക്കുന്നല്ലേ. കൂലി പണിക്കാർക്ക് പോലും ഇപ്പൊ ഇതെല്ലാം ഉണ്ട്. നിങ്ങൾ പറയുന്നത് കേട്ടാത്തൊന്നും കൊട്ടക്കണക്കിന് അങ്ങ് ഉണ്ടാക്കി വെച്ചിട്ടാ പറയുന്നത്. നിന്റെ 2 അനിയത്തിമാരെയും കല്യാണം കഴിപ്പിച്ച് വിട്ടത് ആരാബി, അതൊന്നും നീ ഒരിക്കലും മറക്കരുത്. നിന്റെ ഉപ്പ മരിക്കുമ്പോ 3 പെമ്പിള്ളേരുടെ മൊത്തം ഉത്തരവാദിത്തം എന്റെ തലയിലായിരുന്നു. അവരെല്ലാം ഒരു നിലയിലാക്കിയില്ല ഞാൻ. നിന്റെ ഉപ്പ വരുത്തി വെച്ച കടോ മൊത്തം ഞാൻ വീട്ടിയില്ലേ, എന്നിട്ട് ആ സ്ഥലവും വീടും ആ ജപ്തിയിൽ നിന്ന് ഞാൻ ഒഴിവാക്കി തന്നില്ലേ. എല്ലാം ഈ ഒരൊറ്റ പണി കൊണ്ടാ, അറിയോ? ഓ നിങ്ങളിപ്പോ കണക്കും പറയാൻ തുടങ്ങിയല്ലേ. ആരാ പറഞ്ഞേ നിങ്ങളോട് ഈ കുടുംബത്തിലേക്ക് വന്നു കയറാൻ? കോളേജിൽ പോകുന്ന സമയത്ത് എന്റെ പിറകെ നടന്നിട്ട് എന്നെ തന്നെ മതിയെന്നും പറഞ്ഞിട്ട് വാശി പിടിച്ച് കല്യാണം കഴിച്ചതല്ലേ. അതോടെ എന്റെ പഠിത്തവും മുടങ്ങി. ഇപ്പൊ ഒരു കുട്ടിയായതിനു ശേഷം നിങ്ങൾക്ക് ഇത് വേണ്ടേനൊന്ന് തോന്നി തുടങ്ങിയ? ഇങ്ങനെ നാണം കെട്ട വർത്താനം പറയറ് റഫീഖ. ഇന്നേ വരെ ഞാൻ കണക്ക് പറഞ്ഞിട്ടുണ്ടോ? നീ എന്നെ കൊണ്ട് പറയിപ്പിച്ചതല്ലേ. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, എന്റെ പണിയെ കുറ്റം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ആ നിങ്ങളെ ഒരു അലക്കല പണി എന്തെങ്കിലും ആക്ക്, ഞാനിങ്ങ് പോന്ന. ഓ റഫീഖ നിങ്ങൾ ഇനിയും എണീച്ചിട്ടില്ല? 10 മണിയായി, ഒന്ന് എണീക്ക്. എണീക്ക് റഫീഖ, ഇങ്ങനെ കടന്നുറങ്ങല്ലേ. ആണുങ്ങൾ ഇങ്ങനെ കടന്നുറങ്ങിയാൽ കുടുംബത്തിലൊരു ഗതി പിടിക്കൂല എന്നാ പണ്ടുള്ളവർ പറയാ. എണീച്ച് എന്നെ ഒന്ന് സഹായിക്കപ്പാ. ഇന്ന് നബിസ്ത വന്നിട്ടില്ല, ഒരു പണിയും ഒരുങ്ങിയിട്ടില്ല. ഞാൻ കറി വെക്കാൻ എന്നെ ഒന്ന് സഹായിക്കറ, ഇങ്ങൾക്ക് അടുക്കളയിൽ വന്നിട്ട് വാ. എന്റെ ആബി, ഇന്നലെ രാത്രി ഒരു പോളെ കണ്ണടിച്ചിട്ടില്ല ഞാൻ ഇപ്പോഴാ കടന്നത് രാവിലെ. നബിസ്ത വന്നെങ്കിലും ഇല്ലെങ്കിലും നീ നിന്റെ പണിയെടുക്ക്, ഞാൻ ഇച്ചിരി നേരം ഉറങ്ങട്ടെ. ആ എന്നാ പിന്നെ നിങ്ങൾ കടന്നുറങ്ങ്, കുടുംബത്തിന്റെ ഗതി പിടിക്കാൻ സമ്മതിക്കറേട്ടാ. ഗതി കിട്ടൂല എന്നെല്ലാം പറയുന്നത് രാത്രിയും പകലും കടന്നുറങ്ങുന്നവരാ. എനിക്ക് നൈറ്റ് ഡ്യൂട്ടി അല്ലേ, ഞാൻ പകലുറങ്ങാതെ പിന്നെ ഞാൻ എപ്പോഴാണ് ഉറങ്ങുക? എനിക്കിപ്പോൾ 1 മാസമല്ലായിട്ടുള്ളൂ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി തുടങ്ങിയിട്ട്. അതിനു മുമ്പ് ഞാൻ പകല് കടന്നുറങ്ങുന്നത് നീ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അതിപ്പോ ഞാൻ പറഞ്ഞിട്ടാ നിങ്ങൾ നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്നത്. നിങ്ങളോടാരാ നൈറ്റ് എടുക്കാൻ പറയുന്നത്? നിങ്ങൾക്ക് ഡേയിൽ എടുത്താ പോരെ? എന്റെ ഇഷ്ടത്തിനാണ് ഇപ്പൊ നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്നത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, പകലിങ്ങനെ ഉറങ്ങിയിട്ട് കുടുംബം മുടിഞ്ഞു പോകാൻ ഞാൻ സമ്മതിക്കൂല. നിങ്ങളൊന്ന് എണീച്ചാട്ടെ, എണീക്കേ. എന്നാ പിന്നെ ജോലി ഞാൻ റിസൈൻ ചെയ്യാം. ജോലി റിസൈൻ ചെയ്താ പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ നടക്കുക? അപ്പൊ എല്ലാം നീ തന്നെയാ പറയുന്നത്, ജോലി ഇല്ലാതെ ഒരു കാര്യം നടക്കൂല എനിക്കറിയാം. എന്നാ പിന്നെ എന്റെ വാശി തന്നെ നടക്കട്ടെ, എണീക്കാം. ഓ നിങ്ങളെ മീൻ മുറിക്കൽ ഇനിയും കഴിഞ്ഞിട്ടില്ല റഫീഖ? ഇത്ര പൊടി മീനാണല്ലോ, എത്ര നേരമായി മുറിക്കുന്നത്? ഇത് കമ്പ്യൂട്ടറൊന്നല്ല, 10 മിനിറ്റ് കൊണ്ട് 1 കിലോ നെത്തല് ക്ലീൻ ആക്കി എടുക്കാൻ. ഓ അപ്പോ കമ്പ്യൂട്ടർ പണി എളുപ്പാന്നല്ലേ നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം? എന്റെ പൊന്നു, ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ? എന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ അതൊന്ന് മുറിച്ചിട്ട് വേം പാപ്പ, നമുക്ക് മാർക്കറ്റിൽ പോണ്ടേ?
മാർക്കറ്റിൽ ഞാനില്ലേ, നീ ഒറ്റയ്ക്ക് പോയാൽ മതി. ഞാൻ കുറച്ചെങ്കിലും റെസ്റ്റ് എടുത്തിട്ടില്ലെങ്കിൽ ഞാൻ എപ്പം വീണു. നിങ്ങളില്ലാണ്ട് എങ്ങനെയാ? നാളെ ആപ്പാന്റെ മോളും വ്യാപ്പിളെല്ലാം വരുന്നല്ലേ, അവർക്ക് എന്തെങ്കിലും ഉണ്ടായി കൊടുക്കണ്ടേ? ഈ സാധനം വാങ്ങിയിട്ട് ഞാൻ എങ്ങനെയാ ഒറ്റയ്ക്ക് വരിക? നീ ഒരു ഓട്ടോയും പിടിച്ചിട്ട് സാധനം മേടിച്ചിട്ട് പോവാ. എന്റെ സാഹചര്യം ഒന്ന് മനസ്സിലാക്കി. നിങ്ങളെ സാഹചര്യം മനസ്സിലാക്കിയിട്ടല്ലേ റഫീഖ ഞാൻ നിങ്ങൾക്ക് മീൻ മാത്രം മുറിക്കാൻ തന്നിന്. ബാക്കി പണിയെല്ലാം നമുക്ക് മാർക്കറ്റിൽ പോയിട്ട് വന്നിട്ട് ചെയ്യാം. നിങ്ങൾ വാ, ഞാൻ ഇതൊന്ന് കഴുകട്ടെ. നിങ്ങൾ വാ. കുറച്ച് വെള്ളം താ, വേഗം വാ. കുറച്ച് വെള്ളം താ, വേഗം വാ. എന്തെന്നാ നിങ്ങൾ കളിക്കുന്നേ, വിളിച്ച് കൂക്കുന്നേ? നിങ്ങൾക്ക് എന്നാ വെള്ളം എണീച്ച് വന്നിട്ട് എടുത്ത് കുടിച്ചൂടെ? വേറെ ഇറങ്ങിപ്പോ ഇങ്ങനെ ഇരുന്നാൽ എണീച്ച് വന്നിട്ട് എടുത്ത് കുടിക്കേ. മോനല്ലേ വിളിക്കുന്നു? എന്താടാ എന്നാ പറ്റിയടാ റഫീഖ? എന്നാ പറ്റിയേ? റഫീഖ എണീക്ക്. റഫീഖ മോനെ, നീ കടയിൽ പോയിട്ട് ഇക്കാക്കാനെ വിളിച്ചിട്ട് വാ വേഗം. ഡോക്ടറെ, റഫീഖക്ക് എന്നാ പറ്റിയേ? റഫീഖിന് എന്താ ജോലി? സോഫ്റ്റ്വെയർ എഞ്ചിനീയറാ ഡോക്ടറെ. എന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല, കുറച്ച് ദിവസമായിട്ട് ഹാർഡ് വർക്ക് വല്ലതും ചെയ്തായിരുന്നോ? അങ്ങനെ ഹാർഡ് വർക്ക് ഒന്നുമില്ല, പക്ഷെ ഇപ്പൊ നൈറ്റ് ഡ്യൂട്ടിയാ കുറച്ച് ദിവസമായിട്ട്. നൈറ്റ് ഡ്യൂട്ടി ആണോ? അപ്പൊ പകൽ ഉറങ്ങാറില്ലേ? ആ ഡോക്ടറെ, പകല് ഉറങ്ങലല്ലോ. ഓ, ഉറക്കും വിശ്രമവും ഇല്ലാത്തതുകൊണ്ടാണ് റഫീഖിങ്ങനെ സംഭവിച്ചത്. റഫീഖിന് സ്ട്രോക്ക് വന്നതാണ്. ഒരു സൈഡ് തളർന്നിട്ടാണ്. നമുക്ക് പഴയ നിലയിലേക്ക് ആക്കാൻ പറ്റുമോ? നമുക്ക് ശ്രമിക്കാമെന്ന് മാത്രമേ ഇപ്പൊ പറയാൻ പറ്റുള്ളൂ. ഡോക്ടറെ, ഈ അവസ്ഥയിൽ നിന്ന് റഫീഖാനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിച്ചു തരണം. എൻ്റെ ഭാഗത്ത് വലിയ തെറ്റ് പറ്റിപ്പോയിട്ടുണ്ട്. ഇനി ഞാൻ ഒരിക്കലും റഫീഖാനെ ബുദ്ധിമുട്ടിക്കൂല. പ്ലീസ് ഡോക്ടർ, റഫീഖാനെ പഴയ രീതിയിലേക്ക് ഒന്ന് മാറ്റിയെടുത്ത് തരണം. ഇനി എത്ര സമയം വേണമെങ്കിലും ഉറങ്ങിക്കോട്ടെ, എത്ര റെസ്റ്റ് വേണമെങ്കിലും എടുത്തോട്ടെ. ഇനി ഞാൻ ഒന്നും പറയില്ല. പ്ലീസ് ഡോക്ടർ. അസുഖം വന്നതിന് ശേഷമല്ല നമ്മൾ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത്. മനുഷ്യന് വ്യായാമം, ഉറക്ക്, റെസ്റ്റ് എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുള്ളൂ. ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കാം, അത്രയേ എനിക്ക് പറയാൻ പറ്റുള്ളൂ.